ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു മസാലക്കറിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇപ്പോൾ പൂരിക്കൊപ്പം ദോശക്കൊപ്പം ആയാലും നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മസാലയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഉരുളക്കിഴങ്ങ് മസാലയുടെ നമുക്ക് കുക്കറിൽ തന്നെ ഉരുളക്കിഴങ്ങും സവാളയെല്ലാം ഒരുമിച്ചിട്ട് വിസിൽ കേൾപ്പിച്ച് വിസിൽ കേൾപ്പിച്ചാൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. നമ്മൾ സാധാരണ മസാലക്കറി ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് വേവിക്കുക, പിന്നെ സവാള വാട്ടുക, അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് എളുപ്പത്തിൽ തന്നെ കുക്കറിൽ സവാളയും ഉരുളക്കിഴങ്ങൊക്കെ ഒരുമിച്ചിട്ടിട്ട് നമുക്ക് വിസിലേൽപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ കണ്ടിഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. അതേപോലെ കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മസാലക്കറിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഉരുളക്കിഴങ്ങ്, സവാള, പിന്നെ പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ കറിവേപ്പില കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും പിന്നെ ഉപ്പുപൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഞാൻ ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് കൈ കൊണ്ട് വെച്ച് തന്നെ നന്നായിട്ട് തിരുമാം കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ചട്ടി വെക്കാം, അതിൽ കടുക് പൊട്ടിക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മസാലക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ മസാല ദോശ ഉണ്ടാക്കണമെങ്കിൽ ദോശ ഉണ്ടാക്കിയതിന് ശേഷം മസാല അതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ചാറ് നമുക്ക് നമ്മുടെ പാകത്തിനനുസരിച്ച് നോക്കിയെടുക്കാം കേട്ടോ. മസാല ദോശ ഉണ്ടാക്കുമ്പോൾ അധികം ചാറ് വേണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ചാറൊക്കെ ഒന്ന് കുറച്ചിട്ട് ഇതാക്കിയെടുത്തതാണ്. മസാല ദോശ റെഡി ആയിട്ടുണ്ട്. പിന്നെ പൂരി ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ആട്ടപ്പൊടിയാണ് എടുത്തേക്കണത്. അപ്പം നമ്മൾ ആട്ടപ്പൊടി എടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ചൂടുവെള്ളമാണ് ഉപയോഗിക്കണേ. ചൂടുവെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി കുഴയ്ക്കുമ്പോഴേക്കും കുറച്ചും കൂടി വെള്ളമൊക്കെ ഇട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴയ്ക്കാം. പക്ഷെ പൂരി ഉണ്ടാക്കുമ്പോൾ അധികം വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂരി ഭയങ്കരമായിട്ട് വെളിച്ചെണ്ണ കുടിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ ഉണ്ടാക്കിയതിൽ ഞാൻ ഒട്ടും തന്നെ വെളിച്ചെണ്ണ കുടിക്കില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയത് നല്ലോണം പൊങ്ങിയും വരും, കണ്ടില്ലേ, നന്നായി പൊങ്ങിയിട്ടുണ്ട്. എന്നാൽ ഒട്ടും വെളിച്ചെണ്ണ കുടിച്ചിട്ടില്ല. അപ്പം നമ്മുടെ പൂരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കുറച്ച് ചാറ് പോലെ വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് ഫസ്റ്റ് ഒന്നാക്കി എടുക്കാം കേട്ടോ. കണ്ടോ, ഞാൻ കുറച്ച് ഗ്രേവി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അത് പൂരിക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് മസാല ദോശ ഉണ്ടാക്കാനാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് അടുപ്പത്തിട്ടൊന്ന് വറ്റിച്ചാൽ മതി. അപ്പോൾ മസാല ദോശയ്ക്കുള്ള കൺസിസ്റ്റൻസിയിലാകും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.